ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറികളൊന്നുമില്ലാത്ത സമയത്ത് നിമിഷ നേരം കൊണ്ട് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റും തയ്യാറാക്കാൻ പറ്റിയ എഗ് റൈസ് അഥവാ മുട്ടച്ചോറാണ്. ഇതിൽ നമ്മൾ യാതൊരു സോസുകളും ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ അടുക്കളയിലുള്ള സാദാ ചേരുവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ എഗ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നു കണ്ടു നോക്കാം. നമ്മുടെ എഗ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ചോറ് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം കടുക് ചേർത്തി കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 1-2 വറ്റൽമുളക് ചെറുതായി ഒന്നട് കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള ചെറുതായി കട്ടാക്കിയതാണ്, അതും കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയേ. ഇനി ഇതുപോലെ ഒരു കളറിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തി കൊടുക്കാം. ചതച്ചിട്ടല്ലെങ്കിൽ നമുക്ക് കട്ടാക്കിയിട്ടും ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കാം. വീണ്ടും നമുക്ക് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ കേട്ടോ. ഇനി നമുക്ക് ഒരു എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചെറുതായി കട്ടാക്കി ഇടാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്ക് അവിടെ 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 പേർക്ക് കഴിക്കാവുന്നതാണെന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ 2 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ റൈസൊക്കെ എടുക്കുമ്പോൾ മുട്ടയുടെ അളവൊക്കെ കൂട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ചിക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ചിക്കിയെടുക്കാം. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഒന്ന് ഇടവിട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ. എന്നാലേ നമ്മുടെ മുട്ട അതിൽ നമുക്ക് വേറിട്ട് നിൽക്കുള്ളൂ നമ്മളെ മുട്ട റൈസിൽ. ഇനി നമുക്ക് എല്ലാതും കൂടിയും ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നന്നായി ചൂടായി ഒന്നട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ റൈസ് ഇടുമ്പോൾ റൈസിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കണേ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി എടുത്ത് വെച്ച നമ്മുടെ റൈസും കൂടി നമുക്ക് ഇതിലോട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ റൈസിൽ മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിൽ എരിവും അതുപോലെ നമ്മുടെ ആ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് നമ്മുടെ ചോറിലോട്ട് മിക്സായിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈ ചോറൊക്കെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കെട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ചേരുവ കൂടി ചേർക്കാനുണ്ട്. ഒരു മുറി നാരങ്ങ നീരും കൂടി നമുക്ക് മുകളിലോട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്തി കൊടുക്കാം. നമ്മളെ പച്ച വെളിച്ചെണ്ണ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി ചൂടോട് കൂടി തന്നെ സെർവിങ് ചെയ്യുക. അതുപോലെ തന്നെ ചൂടോട് കൂടി കഴിക്കാനും അടിപൊളിയാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് നമുക്കിങ്ങനെ വിളമ്പുമ്പോൾ. അതുപോലെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് തൈരൊക്കെ ഒഴിച്ചിട്ട് ഒരു സാലഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാകും. പക്ഷെ അതും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാനിതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ശരിക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതൽ മസാല ഉണ്ടാക്കരുത് കേട്ടോ, അപ്പോൾ നമുക്കൊരു കുത്തിരുചി ആയിരിക്കും. അപ്പോൾ ഇതിൽ എരിവും അതുപോലെ എല്ലാം അതിൻ്റെ കറക്റ്റ് അളവാണ്. മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.